പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ യൂറോപ്പിലുള്ള സ്വീഡൻ എന്ന നാട് വളരെ മനോഹരമായ നാടാണ്. ആ നാട്ടിൽ ഗോഥൻബർഗ് എന്നൊരു പട്ടണം. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അവിടെയുള്ളൊരു ദ്വീപാണിത്. പുറകിൽ കാണുന്നില്ലേ, അത് സ്വീഡൻ രാജ്യത്തിൻ്റെ പതാകയാണ്. ആ പതാകയിൽ കുരിശ് കിടത്തിയിരിക്കുന്നത് പോലെ, അതായത് സൈഡിലേക്ക് ചരിച്ചു വച്ചിരിക്കുന്നത് പോലെയാണ് ഈ പതാകയിൽ കുരിശടയാളപ്പെടുത്തി ഈ നാടിൻ്റെ പതാക അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇതൊരു ക്രിസ്തീയ രാജ്യമാണ്. ഒരു കാലത്ത് ഇവിടെയുള്ള ജനങ്ങളെല്ലാം യേശുവിനെ അതിയായി സ്നേഹിച്ച് അനേകം പേര് യേശുവിനെ വിശ്വസിച്ച് യേശുവോടൊത്ത് ചേർന്ന് ഒരുപാട് ലൂത്തറൻ സഭകൾ, മാർട്ടിൻ ലൂത്തറിന്റെ കാലത്തുണ്ടായിരുന്ന ഉണർവ് ഈ നാടെങ്ങും വ്യാപിച്ച് ധാരാളം ലൂത്തറൻ സഭകൾ അനേകായിരം വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് ലൂത്തറൻ സഭയിലെ മിഷണറികൾ ഇന്ത്യയിലേക്ക് വന്ന് സഹായിച്ച് അവിടെ ഇന്ത്യയിലുള്ള പാവപ്പെട്ടവരെ സഹായിച്ച് ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റിയിരിക്കുന്നു. എന്നാൽ ഇന്ന് ഈ നാട്ടിൽ പകുതിയിലധികം ജനങ്ങൾ, ഏകദേശം 58% ജനങ്ങൾ ദൈവമില്ലെന്ന് പറയുന്നത് എന്തൊരു വേദനയാണല്ലേ. എന്നാൽ ഒരു കൂട്ടം ജനങ്ങൾ യേശു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ വേറൊരു കൂട്ടം ജനങ്ങൾ അവർക്ക് സകല സൗകര്യങ്ങളും ഉണ്ട്, ഒരു കുറവുമില്ല, ദൈവമില്ലെന്ന മനസ്ഥിതിയോടെ ദൈവമില്ല എന്ന് പറയുന്നു. ഒരു ക്രിസ്തീയ നാട് ഇതുപോലെ മാറിയത് വേദനിക്കത്തക്ക കാര്യമാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായി ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും, അതുപോലെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും അനേകം ക്രിസ്ത്യാനികൾ ഇവിടെ ജോലിക്ക് വേണ്ടി വന്ന് അവർ നന്നായി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു ആത്മീക മാറ്റം, രൂപാന്തരമുണ്ടായി. പെന്തക്കോസ്റ്റ് സഭകൾ വർദ്ധിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസം ദൈവം നിങ്ങൾക്ക് കരുതിയിരിക്കുന്ന വാഗ്ദത്തം എന്താണെന്ന് വെച്ചാൽ, വെളിപ്പാടിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം, നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം, എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം തരും. ദൈവം പറയുന്നു, എൻ്റെ മകനെ, മകളെ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനം, വിശ്വസ്തനായിരിക്കുന്നത്. നാം ദൈവസന്നിധിയിൽ ഒരു ദിവസം പോയി നിൽക്കുമ്പോൾ ഉത്തമമായ വിശ്വസ്തയോടെ നടന്നവർക്ക് മാത്രമേ ഭാഗ്യവാന്മാരായി ദൈവത്തിൻ്റെ അനുഗ്രഹം നേടിയെടുക്കാൻ സാധിക്കൂ, ജീവകിരീടം നേടാൻ സാധിക്കൂ എന്ന് ദൈവം പറയുന്നു. അതിനാൽ യേശുവിനെ പിന്തുടരുന്ന ദൈവജനങ്ങൾ ആദ്യം വിശ്വസ്തതയുള്ളവരായിരിക്കണം. നമ്മെ സൃഷ്ടിച്ച ദൈവം നമുക്ക് വേണ്ടി മരിച്ച് രക്തം ചിന്തി വീണ്ടെടുക്കപ്പെട്ടതിനാൽ നാം ദൈവത്തിന് വിശ്വസ്തതയുള്ളവരായിരിക്കണം. നാം ദൈവത്തെ കബളിപ്പിക്കുന്ന ജീവിതമല്ല, സത്യമായും ദൈവത്തെ പിന്തുടരണം. ദൈവകൽപ്പന അനുസരിക്കണം, സത്യമുള്ളവരായിരിക്കണം. നാം കുടുംബത്തിൽ, ഫാമിലിയിൽ മറ്റുള്ളവരോട് സത്യസന്ധന്മാരായിരിക്കണം. നമ്മൾ വസിക്കുന്ന സ്ഥലത്തും, ജോലി ചെയ്യുന്ന സ്ഥലത്തും, ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തും സത്യസന്ധന്മാരായിരിക്കണം. ആരെയും കബളിപ്പിക്കുന്നവരാവരുത്. വിശ്വസ്തയോടെ നമുക്ക് തന്ന ജോലി നിറവേറ്റണം. മൂന്നാമത്തേത്, നാം ഏത് നാട്ടിലാണോ, നമ്മെ ദൈവം ഏത് നാട്ടിലാണോ വെച്ചിരിക്കുന്നത്, ആ നാടിനോട് വിശ്വസ്തത പാലിക്കണം. ചിലർ പണത്തിനു വേണ്ടി സ്വന്തം നാടിനെ ഒറ്റിക്കൊടുക്കുന്നു. നാടിന് ദോഷം ചെയ്യുന്നവരെ നാം ഇന്ന് കാണുന്നു. നാം അങ്ങനെ ആവരുത്. നാടിനെ സ്നേഹിച്ച് നാം ജീവിക്കുന്ന നാടിന് വിശ്വസ്തതയുള്ളവരായിരിക്കണം. അപ്പോൾ പ്രധാനപ്പെട്ടത്, ദൈവത്തിന് വിശ്വസ്തതയുള്ളവരായിരുന്നാൽ നമ്മളെല്ലാവരോടും വിശ്വസ്തതയുള്ളവരായി നടക്കും. അതിനാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അവനോട് നാം വിശ്വസ്തതയുള്ളവരായിരിക്കാൻ എപ്പോഴും ജാഗ്രതയുണ്ടായിരിക്കണം. അങ്ങനെ മരണപര്യന്തം വിശ്വസ്തതയുള്ളവരായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും വന്നാലും സത്യത്തെ വിട്ടൊരിക്കലും മാറാൻ പാടില്ല. സത്യമുള്ളവരായിരിക്കണം. അപ്പോൾ ദൈവം നൽകുന്ന ഫലത്തെയും ആശീർവാദത്തെയും ജീവകിരീടത്തെയും സ്വർഗഭാഗ്യത്തെയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങളെ സമർപ്പിക്കണം. ലോകത്തെ നന്മകളെല്ലാം ലോകത്തോടെ അവസാനിക്കും. ഒരു ദിവസം ഈ ലോകം വിട്ടു പോകുമ്പോൾ സ്വത്തും സുഖസൗകര്യങ്ങളും ഒന്നും കൂടെ വരികയില്ല. നാം വിശ്വസ്തരായി നടന്നാൽ അതിന് സാക്ഷ്യം സ്വർഗത്തിൽ വന്നു നിൽക്കും. ആ ഫലം നിങ്ങൾക്ക് കാണാനാകും. അതുകൊണ്ട് ഇന്ന് പറയൂ, ദൈവമേ, ഞാൻ മരണപര്യന്തം വിശ്വസ്തനായിരിക്കും. വിശ്വസ്തയായിരിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. അതിനെന്നെ സഹായിച്ച് കൃപയരുളേണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക.
ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ